ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 6. യോവാക്യമിൻ്റെയും അന്നയുടെയും മരണം. ഈശോ പറയുന്നു, മഞ്ഞുകാലത്ത് തണുത്ത ഒരു കാറ്റ് കാർമേഘങ്ങൾ പരത്തി സന്ധ്യാപ്രകാശത്തെ പെട്ടെന്ന് മറയ്ക്കുന്നത് പോലെ എൻ്റെ വല്യപ്പനും വല്യമ്മയും തങ്ങളുടെ ജീവിതത്തിലെ സൂര്യൻ ദേവാലയത്തിലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ പ്രകാശിക്കാനായി വയ്ക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് അസ്തമിച്ചു. അവരുടെ ഏറ്റവും വലിയ പരീക്ഷണം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളുടെ ജീവിതത്തിൽ മകളുടെ സാന്നിധ്യമില്ലാതിരിക്കുക എന്നതായിരുന്നു. എന്നാൽ മക്കൾ ഒന്നാമതായി ദൈവത്തിൻ്റേതാണ്, അത് കഴിഞ്ഞിട്ടാണ് മാതാപിതാക്കളുടേത്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത് എല്ലാ മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കളോട് പറയുവാൻ കഴിയും. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവർക്കത് അറിയാമായിരുന്നു. അവർ പറയുന്നു, ഞങ്ങൾ സഹിക്കുകയാണ്, എങ്കിലും ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞ കടമ ഞങ്ങൾ നിറവേറ്റുന്നു. സ്വഭാവാതീതമായ ഒരു സന്തോഷം അവരെ ശാന്തിയിലാഴ്ത്തി. സ്വർഗീയമായ ഒരു പ്രകാശം അവർക്ക് അനുഭവപ്പെട്ടു. ലോകത്തിൻ്റെ മക്കൾക്ക് മനസ്സിലാകാത്ത ഒരു സന്തോഷം. മരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളുടെ മീതെ ഭാരമേറിയ കൺപോളകൾ അടയുമ്പോൾ മാഞ്ഞു പോകാത്ത സന്തോഷം. എന്നല്ല, അവസാന സമയത്ത് അത് കൂടുതൽ പ്രകാശത്തോടെ ശോഭിക്കുന്നു. ജീവിതകാലത്ത് തങ്ങളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്ന ആ സത്യത്തെ കൂടുതൽ പ്രകാശമാനമാക്കുന്നു. കൊക്കൂണിനുള്ളിലെ ചിത്രശലഭത്തെ പോലെ തങ്ങളിലുണ്ടായിരുന്ന സത്യം അതുവരെ നേരിയ സൂചനകൾ, ചെറിയ പ്രകാശങ്ങൾ മാത്രം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചിറക് വിരിച്ച് സൂര്യപ്രകാശത്തിലേക്ക് വന്ന് അതിൻ്റെ അലങ്കാരങ്ങൾ കാണിക്കുന്നു. ആനന്ദപ്രദമായ ഒരു ഭാവി തങ്ങൾക്കും തങ്ങളുടെ പിൻഗാമികൾക്കും ഉറപ്പുവരുത്തിക്കൊണ്ട് ദൈവത്തെ വിറയ്ക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് അവരുടെ ജീവിതം കടന്നുപോയി. ചിലരെല്ലാം ചോദിച്ചേക്കാം, സന്താനോൽപാദനത്തിലും മരണത്തിലും അവർക്ക് വേദനയില്ലാതിരുന്നതെന്ത്? അവരും ആദത്തിൻ്റെ മക്കളാണല്ലോ. എൻ്റെ ഉത്തരം ഇതാണ്. ആദത്തിൻ്റെ പുത്രനായി ഉത്ഭവപാപത്തോടുകൂടി ജനിച്ച യോഹന്നാൻ മാംദാന തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ വച്ച് എൻ്റെ സാമീപ്യത്താൽ മാത്രം മുൻകൂട്ടി വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ നിർമ്മലയും പരിശുദ്ധയുമായവളുടെ അമ്മയ്ക്ക് വരവും കൊടുത്തുകൂടെ? തൻ്റെ മകൾ ദൈവത്താൽ പ്രത്യേകവിധം സംരക്ഷിക്കപ്പെട്ടവളാണ്. അവൾ തൻ്റെ അരൂപിയാൽ ദൈവത്തെ എപ്പോഴും വഹിച്ചവളാണ്. ഒരിക്കലും തൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ മാറ്റിയിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഒരു നല്ല മനസാക്ഷി സമാധാനപൂർണമായ മരണം നൽകുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും അതുപോലൊരു മരണം നൽകുന്നു.